അസ്സലാമു അലൈക്കും. പൊതുപരീക്ഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും 5ാം ക്ലാസ്. വിഷയം താരീഖ്. പാഠം 1. പ്രതിരോധ സമരങ്ങൾ. പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്ത്? സമാധാനത്തിന്റെ സന്ദേശം. ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത 2 കാര്യങ്ങൾ ഏവ? യുദ്ധവും അക്രമവും. ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ത്? സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഇസ്ലാം യുദ്ധം അനുവദിച്ചത് ഏത് സന്ദർഭത്തിലാണ്? മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും. ഇത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാം യുദ്ധം അനുവദിച്ചിരിക്കുന്നു. ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്ത്? അക്രമമല്ല, ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം. എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് എപ്പോഴായിരുന്നു? മക്കയിൽ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ. എല്ലാം ദീനിനു വേണ്ടി സഹിക്കാൻ മുസ്ലിങ്ങളെ ഉപദേശിച്ചത് ആരായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സത്യവിശ്വാസികളോട് കൽപ്പിച്ചത് ആര്? അല്ലാഹു. പ്രതിരോധത്തിനുള്ള അനുവാദം കൊടുത്തത് എപ്പോൾ? ഹിജ്റ 2ാം വർഷം സഫർ മാസം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് പറയുന്ന പേര്? ഗസ്വത്ത്. അല്ലാത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര്? സരിയ്യത്ത്. പാഠം 2. ബദർ. സത്യവിശ്വാസത്തിന്റെ വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുമായിട്ടായിരുന്നു കരാർ ഉണ്ടാക്കിയത്? മദീനയിലെ ജൂതഗോത്രങ്ങളായ ബനൂ ഖൈനുഖാ, ബനൂ ഖുറൈള, ബനൂ നളീർ. എന്തായിരുന്നു കരാർ? മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാർ. ആരായിരുന്നു കരാർ ലംഘിച്ചത്? ഇസ്ലാമിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട യഹൂദികൾ. എന്നായിരുന്നു മുസ്ലിങ്ങളും മക്ക മുശ്രിക്കുകളും തമ്മിൽ ബദറിൽ വെച്ച് യുദ്ധം നടന്നത്? ഹിജ്റ 2ാം വർഷം റമദാനിൽ. മുസ്ലിം പക്ഷത്ത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ എത്ര പേർ ഉണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 സഹാബിമാരും. എന്തൊക്കെ ആയുധങ്ങളായിരുന്നു മുസ്ലിം പക്ഷത്ത് ഉണ്ടായിരുന്നത്? 3 കുതിരകളും 60 ഒട്ടകങ്ങളും 6 പടയങ്കികളും. ശത്രുപക്ഷത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ശക്തരായ 1000ഓളം ഖുറൈശി യോദ്ധാക്കളും 200 കുതിരകളും 700 ഒട്ടകങ്ങളും 600 അങ്കികളും. മുസ്ലിങ്ങളെ യുദ്ധത്തിൽ ജയിക്കാൻ സഹായിച്ചത് ആര്? അല്ലാഹു. യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് എത്ര പേർ കൊല്ലപ്പെട്ടു? 70 പേർ. ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ട നേതാവ് ആരായിരുന്നു? അബൂജഹൽ. സുഹാബികളിൽ നിന്ന് എത്ര പേർ ഷഹീദായി? 14 പേർ. ബദറിൽ പങ്കെടുത്ത സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? ബദറിൽ സംബന്ധിച്ച സുഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. തടവുകാർ എങ്ങനെയാണ് മോചിതരായത്? ധനികർ ധനം കൊടുത്തും ദരിദ്രരിൽ ചിലർ മദീനയിലെ 10 പേർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചുകൊടുത്തും മോചിതരായി. അല്ലാഹു മുസ്ലിങ്ങളോട് പറഞ്ഞു: ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അർത്ഥം: യുദ്ധത്തെ നേരിടാൻ വരുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു. നിശ്ചയം അല്ലാഹു അവരെ സഹായിക്കുന്നവനാണ്. താങ്ക് യു.